അല്ല. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മളുടെ ഒരു ടോപ്പിക് റമദാനിലേക്കായിട്ട് നമ്മളുടെ മനസ്സ് ഒരുക്കുന്നത് എങ്ങനെ, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, ഒന്നുകൂടെ റമദാനെ അതിന്റെ ഒരു ബ്യൂട്ടി നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പിലൂടെ പോകാൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ഒന്നുകൂടി ഒരുങ്ങാം എന്നുള്ളതാണ് നമ്മളുടെ വിഷയം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. റമദാൻ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വലിയൊരു അവസരമാണ്. അതായത് ഒരു പ്യൂരിഫിക്കേഷന് വേണ്ടി, ഒരു സെൽഫ് റിഫ്ലക്ഷനും ആ ഒരു പ്യൂരിഫിക്കേഷൻ നമ്മളുടെ തഖ്വ ഇൻക്രീസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു അവസരമാണ്. ഇതിൽ തന്നെ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണ്? അള്ളാഹുവിന്റെ കാരുണ്യവും പാപമോചനവും സ്വർഗവും അതിന്റെ കൂടെ നരകത്തിൽ നിന്നുള്ള മോചനവും. ഇതിനു വേണ്ടിയിട്ടാണ് റമദാനിൽ നമ്മൾ പണിയെടുക്കുന്നത്. ഒരുപാട് തിരക്കുകൾക്കൊക്കെ ഇടയിൽ നമ്മളൊരു കൽബുൻ സലീമുമായിട്ട് അള്ളാഹുവിലേക്ക് നമുക്ക് മടങ്ങാൻ കഴിയണം ഈ ഒരു റമദാനിൽ. നമ്മളുടെ ഒരു ഫിസിക്കൽ എൻവയോൺമെന്റ്, വീടും പരിസരവും ഒക്കെ ഒരു മാസം മുന്നേ അല്ലെങ്കിൽ 2 മാസം മുന്നേ ഒക്കെ ഒരുക്കാൻ തുടങ്ങും നമ്മൾ. അത് റമദാനിനോടുള്ള നമ്മളുടെ ആ ഒരു സ്നേഹവും ബഹുമാനവും ഇഷ്ടവും റമദാൻ വരിക എന്നുള്ളതിലേക്കുള്ള നമ്മളുടെ ഒരു ഒരുക്കാണ്. അതാണ് നമ്മളെ കാണിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ നോമ്പില് നമുക്ക് ഒരു ഫിസിക്കൽ ഡിസ്ട്രാക്ഷൻസ് കുറക്കാനും ഇത് വളരെ നല്ല രീതിയിൽ തന്നെ അത് നമ്മളെ സഹായിക്കും. ഫിസിക്കൽ നമ്മളെല്ലതും ക്ലീൻ ആൻഡ് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ അതിലേക്കൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഡിസ്ട്രാക്ഷൻസ് കുറക്കാനൊക്കെ അതൊക്കെ നമ്മളെ സഹായിക്കും. ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ മനസ്സിന്റെ ചുറ്റുപാടും കൂടി നമ്മളൊന്ന് ഒരുക്കി കഴിഞ്ഞാലാണ് പൂർണ്ണമായിട്ടും അതിലേക്ക് നമുക്ക് ആ ഒരു റമദാനിനെ അതുപോലെ നമുക്ക് ആസ്വദിച്ച് പോകാൻ കഴിയും, അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പോകാൻ കഴിയുള്ളൂ. ഒരുപാട് തിരക്കുകൾ ഉണ്ടാകും, ജോലി ഉണ്ടാകും, ഉത്തരവാദിത്തങ്ങളുണ്ട്, പിന്നെ കുട്ടികൾ, അതുപോലെ ബിസിനസ്, ജോലിയും കാര്യങ്ങളെല്ലാം ഉള്ളവരുണ്ടാകും. ഈ തിരക്കുകളൊന്നും ഒഴിവാക്കാൻ പറ്റുന്നതാവില്ല. ഇതൊക്കെ നമുക്ക് ഈ റമദാനിലും നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷെ ഇതിനൊക്കെ ഇടയിലും റമദാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള അള്ളാഹുവിന്റെ ആ ഒരു കാരുണ്യവും പാപമോചനവും സ്വർഗവും എല്ലാം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ഒന്നുകൂടെ ശ്രദ്ധിച്ച് നമ്മൾ പരിശ്രമിക്കുകയും കൂടെ വേണം. അതല്ലെങ്കിൽ എല്ലാ മാസവും പോലെ റമദാനും കടന്നു പോകും. പ്രത്യേകിച്ച് പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രാക്ഷൻസ് കൂടുതലാണ്. പണ്ട് റമദാനിൽ റമദാൻ്റെതായ കുറച്ച് ചുറ്റുപാടുകൾ നമുക്ക് ഉണ്ടാവും. ആ ഒരു ഫീലിംഗ്, ആ ഒരു ഫിസിക്കൽ എൻവയോൺമെന്റ് നമുക്ക് കൂടുതലും സപ്പോർട്ടിംഗ് ആയിട്ടുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോൾ സപ്പോർട്ടിംഗ് ആയിട്ടുണ്ടെങ്കിലും കൂടി അതിന്റെ കൂടെ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് കൂടുതലാണ്. നമ്മളുടെ സമയം അവിടേക്കും ഇവിടേക്കും ഒക്കെ പരന്നു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നമുക്ക് നിർബന്ധമാക്കിയപ്പോൾ നമ്മളോട് പറഞ്ഞു, കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ നോമ്പ് നിർബന്ധമാക്കി, നിങ്ങൾ എന്താവും, നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം. അപ്പൊ നോമ്പിലൂടെ ഈ ഒരു തഖ്വ നമുക്ക് വർദ്ധിപ്പിക്കാൻ, നമ്മളുടെ ഓൾറെഡി ഉള്ള നമ്മളുടെ ആ തഖ്വ ഒന്നുകൂടെ ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലും നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. തഖ്വ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നമുക്കൊരാളുടെ തഖ്വ നോക്കിയാൽ കാണുമോ? ഇല്ല. ആ ഒരു വ്യക്തിക്ക് മാത്രമാണ്, ആ വ്യക്തിക്കും അള്ളാഹുവിനും മാത്രമാണ് അവരുടെ തഖ്വ എന്താന്ന് മനസ്സിലാവുന്നത്. അവരുടെ ഹൃദയത്തിലാണ്. അത് നമ്മളുടെ ഹൃദയത്തിലുള്ള ഈ തഖ്വ അവരുടെ ജീവിതത്തിന്റെ എല്ലാ ഏരിയകളിലേക്കും അത് റിഫ്ലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഈ തഖ്വ റമദാനിലൂടെ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ പുറത്തുള്ള വീടും ചുറ്റുപാടും മാത്രം നമ്മൾ ഒരുക്കിയാൽ പോരാ. നമ്മളുടെ മനസ്സ് കൂടി, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിലും ആണ് യഥാർത്ഥത്തിൽ തഖ്വ വരുന്നത്. മനസ്സൊന്ന് ഒരുക്കിയെങ്കിൽ മാത്രമേ അതിലേക്ക് ആ രീതിയിൽ നമുക്ക് റമദാനിലേക്ക് എൻ്റർ ചെയ്യാനും റമദാനിന് സംതൃപ്തിയോടുകൂടി പുറത്തു വരാനും കഴിയുള്ളൂ. ഏറ്റവും നല്ല രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തിയിട്ട്. റമദാനിൽ നമ്മൾ പ്രത്യേകമായിട്ട് എന്താണ്? നോമ്പ് തന്നെയാണ്. നോമ്പെടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹു നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുന്നതും നോമ്പ് നോൽക്കുന്നതിലൂടെ തന്നെയാണ്. അതിന്റെ കൂടെ നമ്മൾ രണ്ടാമത് ഖുർആനുമായിട്ടുള്ള നമ്മളുടെ ബന്ധം നമ്മൾ എന്താണ് കൂടുതൽ സമയം ഖുർആന് വേണ്ടിയിട്ട് കൊടുക്കുന്നു. ഖുർആനുമായിട്ടുള്ള ആ ഒരു ബന്ധം ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ നമ്മളുടെ ദുആകളും നമസ്കാരങ്ങളും അദ്കാറുകളും എല്ലാം ഒരുപാട് നല്ല കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ, അത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുന്നതും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന സർവീസുകളും എല്ലാം പരമാവധി നോമ്പ് കാലത്ത് നമ്മളത് വർദ്ധിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലാണെങ്കിലും നല്ല വാക്കുകൾ പറയുന്നതിലും നല്ല കാര്യങ്ങൾ ആളുകൾക്ക് കൊടുക്കുന്നതിലും ചെയ്യുന്നതിലും എല്ലാം വളരെയധികം ഉദാരത കാണിച്ചിരുന്നു എന്നാണ് റമദാനില്. അപ്പൊ ഇതൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോ ഞാൻ എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ എൻ്റെ ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് ഫില്ലായിട്ടുണ്ടോ, എൻ്റെ മനസ്സും എൻ്റെ ദിവസവും എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് ഞാൻ ഫില്ലാക്കിയിട്ടുണ്ടോ, അതിൽ നിന്ന് കുറച്ചൊരു സ്പേസ് കിട്ടണ്ടേ റമദാനിലെ? കുറച്ചും കൂടി ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ട് ചെയ്യണമെങ്കിൽ, പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ എനിക്ക് കുറച്ചും കൂടി സ്പേസ് കിട്ടണം. എന്നാലാണ് ഇങ്ങനെ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് തന്നെ റമദാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ, അത്യാവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് എന്താണ് മനസ്സിന് മാറ്റി വെക്കണം. മനസ്സും നമ്മളുടെ ഡെയിലി റൂട്ടീൻ എന്നൊക്കെ നമുക്ക് മാറ്റി വെക്കണം. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് അത്ര അത്യാവശ്യം ഇല്ലാത്ത കമ്മിറ്റ്മെന്റുകളൊക്കെ ഉണ്ടാവും, പല കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഉണ്ടാവും. അതൊന്ന് നോക്കിയിട്ട് അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. ചെയ്ത് തീർക്കാനുള്ള കുറേ കാര്യങ്ങൾ റമദാൻ ആകുമ്പോഴത്തേനുള്ള, റമദാൻ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ച് കുറേ കാര്യങ്ങളുണ്ടാവും. അത് നോമ്പിന്റെ തൊട്ട് മുന്നേ വരെ തീർക്കാൻ പറ്റുന്ന അത്ര തീർക്കുക. പിന്നെ എന്താണ് ചെയ്യാം? പിന്നെ അത്
നോമ്പിന് അത്യാവശ്യമല്ല എന്നുണ്ടെങ്കിൽ നോമ്പ് കഴിഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിന്നത് മാറ്റി വെക്കണം. മനസ്സിന്ന് മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ എപ്പോഴും എപ്പോഴും ആ ഒരു തോട്ട് നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. അതുകൂടെ ചെയ്യാനുണ്ട്, ഇതുകൂടെ ചെയ്യാനുണ്ട്, നോമ്പിന്റെ മുന്നേ തീർക്കണം എന്ന് വിചാരിച്ചതായിരുന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴും എപ്പോഴും അത് നമ്മളുടെ മനസ്സിലേക്ക് വരും. അത് നമ്മളുടെ ആ ഒരു തോട്ട് ഒരു സ്പേസ് അതെടുക്കും. അതുപോലെ ചിന്തകൾ ഉണ്ടാവും. പല ഓവർ തിങ്കിങ് വരുന്ന പാറ്റേൺ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. ഏതൊക്കെ കാര്യങ്ങളിലാണ് ഞാൻ കൂടുതലായിട്ടും ചിന്തിച്ചിരിക്കുന്നത്, എവിടെയൊക്കെയാണ് എൻ്റെ മെന്റൽ എനർജി ഡ്രെയിൻ ആയിട്ട് പോകുന്നത്, അതൊക്കെ ഒന്ന് പരിശോധിച്ച് നമ്മളുടെ മനസ്സിന്ന് ഒഴിവാക്കാനുള്ള പല കാര്യങ്ങളും ഒന്ന് റമദാനിലേക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാം ഒന്ന് മാറ്റിവെച്ച്, നമ്മൾ എങ്ങനെ എത്രത്തോളം നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, പഴയ സാധനങ്ങളെല്ലാം ഒഴിവാക്കി എല്ലാ മുക്കും മൂലയും വൃത്തിയാക്കി നമ്മൾ വെക്കുന്നു. അതുപോലെ നമ്മളുടെ മനസ്സിനെയും നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക, ഡീക്ലട്ടർ ചെയ്ത് ഒന്ന് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ ഫ്രഷ് ആയിട്ട് നമുക്ക് റമദാനിലേക്ക് വരാൻ കഴിയും. എന്തിനാണ് ഇവിടെ നമുക്ക് സ്പേസ് വേണം. ഈ ഒരു സ്പേസിൽ നമ്മൾ ഖുർആനുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്നു. ഖുർആൻ ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ ഖുർആൻ നമ്മൾ ഓതി പോകുക മാത്രമല്ല, അത് ഓതി അത് പാരായണം ചെയ്ത് നമ്മളത് മനസ്സിലാക്കി നമ്മളൊരു റിഫ്ലക്ഷൻ കൂടി വേണം, ഒരു സെൽഫ് റിഫ്ലക്ഷൻ കൂടി വേണം. ഞാൻ എന്താണ് ഈ ഏരിയകളിലൊക്കെ, ഞാൻ എന്താണ് ഈ വിശുദ്ധ ഖുർആൻ ഫുള്ളായിട്ട് ഒരു തവണയെങ്കിലും റമദാനിൽ നിങ്ങൾ പാരായണം ചെയ്യണം എന്ന് പറയുമ്പോൾ അത് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലം മാത്രമല്ല, അതിലൂടെ പോകുമ്പോൾ ഞാനും ഈ ഖുർആനും തമ്മിലുള്ള ബന്ധം എന്താണ്, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു എന്നെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട്, ഇനിയും എനിക്ക് ഇവിടുന്ന് എങ്ങോട്ടേക്കാണ് എത്താനുള്ളത്, ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്തൊക്കെ ശ്രദ്ധിക്കുന്നില്ല, നാളെ പരലോകത്ത് വെച്ചിട്ട് വിശുദ്ധ ഖുർആൻ എനിക്ക് വേണ്ടി സാക്ഷി പറയുമ്പോൾ എന്തായിരിക്കും പറയുക. ഇങ്ങനെ ആ ഒരു സെൽഫ് റിഫ്ലക്ഷനും അതിൽ നമുക്ക് എവിടേക്കാണോ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നെല്ലാം നോക്കിയിട്ട് ആ വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ആ ഒരു ബന്ധം, പിന്നെ നമ്മളുടെ അദ്കാറുകൾ, ദുആകൾ, നമസ്കാരങ്ങളെല്ലാം നമ്മൾ അതിനുള്ള ഒരു ചുറ്റുപാട് നമുക്കുണ്ട്. റമദാൻ ആകുമ്പോൾ അതിലേക്കുള്ള ഒരു എൻവയോൺമെന്റ് നമുക്ക് അള്ളാഹു ഒരുക്കി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ കൂടുതൽ ശ്രദ്ധയുള്ളവരായിരിക്കും. സ്വന്തം കാര്യങ്ങൾക്ക് അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ നമുക്ക് സ്പേസ് വേണം, മനസ്സിൽ സ്പേസ് വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇതാണ് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മളുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക, ഒന്ന് മാറ്റി വെക്കുക. ചിലതൊക്കെ ഒന്ന് പോസ് ചെയ്യുക, ചിലത് പറ്റ ഒഴിവാക്കാനുള്ളതെല്ലാം ഒഴിവാക്കുക, ചിലതൊന്ന് പോസ് ചെയ്യുക. റമദാൻ കഴിഞ്ഞതിന് ശേഷം നമുക്കത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അതൊന്ന് ചെക്ക് ചെയ്യുക, എന്തൊക്കെയാണ് എനിക്ക് റമദാനിൽ ആ ഒരു മാസം എനിക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കി എല്ലാ മാസങ്ങളെയും പോലെ ഈ റമദാനും ഫുള്ള് തിരക്കാവും. ഒരു ബിസി 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 ഫീലിംഗ് റമദാനിലും വരും. അത് കഴിഞ്ഞ് റമദാൻ കഴിഞ്ഞു പോയി, വന്നത് അറിഞ്ഞില്ല പോയത് അറിഞ്ഞില്ല എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ സ്പിരിച്വൽ ബ്ലോക്കുകൾ ഐഡന്റിഫൈ ചെയ്ത് അത് മനസ്സിലാക്കിയിട്ട് അത് ഒഴിവാക്കുക എന്നുള്ളത്. റമദാനിൽ നമുക്ക് അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കണം, അള്ളാഹുവോട് ഒരുപാട് പ്രാർത്ഥിക്കണം, അള്ളാഹുവിന്റെ കാരുണ്യം ചോദിച്ച് അള്ളാഹുവിന്റെ കാരുണ്യവും പാപമോചനം എല്ലാം നമുക്ക് കിട്ടണം. അള്ളാഹുവിന്റെ കാരുണ്യവും പാപമോചനം എല്ലാം നമുക്ക് കിട്ടണം, അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കണം. എങ്ങനെ അടുക്കുന്നതിൽ നിന്നും നമുക്ക് വരുന്ന സ്പിരിച്വൽ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ നമുക്കതിന് കഴിയില്ല. അപ്പൊ എന്തൊക്കെയായിരിക്കും? ഒന്നാമത്തത് ഹിഡൻ സിൻസ്, അതായത് ഒന്ന് ചെറിയ ചെറിയ പാപങ്ങൾ, വേറെ ഒന്നും ആരും കാണാതെ നമ്മൾ ചെയ്യുന്ന പല പാപങ്ങളും, നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ ഉണ്ടാവും. നമ്മൾ അതിനെ മൈൻഡ് ആക്കൂല, ഓ അത് ചെറുതല്ലേ, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പോലും പലപ്പോഴും നമ്മൾ ചിന്തിക്കൂല. അതിൽ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഏത് ഏരിയകളിലേക്കും ലെവലിലേക്കൊക്കെ ആരും കാണാതെ ആരും അറിയാതെ എത്തിപ്പെടാനൊക്കെ പറ്റുന്ന ഈ ഒരു സാഹചര്യത്തിലൊക്കെ അങ്ങനെയുള്ള ഹാബിറ്റ്സ് ഉണ്ടാവും. തെറ്റായ അള്ളാഹു ഇഷ്ടപ്പെടാത്ത പല ഹാബിറ്റ്സ് ഉണ്ടാവും. ആളുകൾ അള്ളാഹു ഇഷ്ടപ്പെടാത്തതെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാവുക? ഞാൻ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണുന്നതോ ചെയ്യുന്നതോ പറയുന്നതോ ഒക്കെ വേറെ ആരെങ്കിലും കണ്ടാൽ അയ്യേ മോശം, ഇവൻ ഇങ്ങനെയാണോ ഇവൾ ഇങ്ങനെയാണോ എന്ന് പറയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെ തന്നെ അത് തെറ്റാണ്. അപ്പൊ അവിടെ ഞാൻ എത്രത്തോളം തഖ്വ ഞാൻ പുലർത്തുന്നുണ്ട്, വേറെ ആരും കണ്ടിട്ടില്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് കാണും. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു ഇമ്പൾസിനെ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ മാനേജ് ചെയ്യണം, ഞാൻ അതിനെ കൺട്രോൾ ചെയ്യണം, അതിൽ നിന്ന് ഞാൻ മാറി നിൽക്കണം. വനഹൻ നഫ്സ അനിൽ ഹവാ, ഹവാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹേച്ഛകള്, നമ്മളുടെ ഇഷ്ടങ്ങള്. അവിടെ തെറ്റും ശരിയും തെറ്റുകൾ ഉണ്ടാവും. ചിലത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. നമസ്കാരത്തിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തുന്നവരുണ്ടാവും, കള്ളം പറയുന്നവരുണ്ടാവും, വളരെ നിസ്സാരമായിട്ട് കള്ളം പറയുന്നവരുണ്ടാവും. പിന്നെ വരുന്നത് നമ്മൾ ആളുകളുടെ കുറ്റം പറയുന്നത്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കാത്ത കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ, ഏഷണി പരദൂഷണം, കുറ്റം പറയുന്നത് എല്ലാം നമ്മൾ ശ്രദ്ധിക്കാത്ത തെറ്റുകളാണ്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പാപങ്ങളും തെറ്റുകളും എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വെറുതെ മനസ്സിലേക്ക് ഓർമ്മ വരില്ല. ഒരു ഉള്ളിലേക്ക് പോയി നോക്കണം എന്താണ് എൻ്റെ അടുത്ത് വരുന്നത് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ എന്ത് ചെയ്യാം, എന്താണ് എന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാം, എന്നിട്ട് അള്ളാഹുവോട് തൗബ ചെയ്യാം, മനസ്സിനെ ക്ലിയർ ആക്കാം. പിന്നെ വരുന്നത് ആരോടെങ്കിലും
വെറുപ്പോ വിദ്വേഷോ ദേഷ്യമോ പക അസൂയ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അത് നമ്മളുടെ മനസ്സിന്റെ കോൺസെൻട്രേഷൻ കുറക്കും, ഫോക്കസ് കുറക്കും. പിന്നെ നമസ്കാരത്തിലൊക്കെ ചിലപ്പോൾ പല ചിന്തകളും കടന്നു വരും. ആ ഒരു പ്യൂരിറ്റി നഷ്ടപ്പെടും. ആളുകളോടുള്ള വെറുപ്പോ വിദ്വേഷമോ ദേഷ്യമോ എന്താണെങ്കിലും അപ്പം അതെല്ലാം വിട്ടുകൊടുക്കുക, ഒഴിവാക്കുക മനസ്സിൽ നിന്ന്. നമ്മൾ പുറത്തു കൊടുക്കുക. വിട്ടുവീഴ്ച ചെയ്യേണ്ടവർക്കൊക്കെ വിട്ടുവീഴ്ച. ആരോടെങ്കിലും ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും ഒരു 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 ദേഷ്യമോ വെറുപ്പോ ഒക്കെ മനസ്സിലുണ്ടെങ്കിൽ അവർ പലത് ചെയ്തിട്ടുണ്ടാവാം, പല കാരണങ്ങളും ഉണ്ടാവാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു റമദാന്റെ തൊട്ട് മുമ്പായിട്ട്, കാരണം ഈ ഒരു റമദാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ പുറത്തു തരുന്നതുകൊണ്ട് അള്ളാഹ്ക്ക് എന്താണ്, അള്ളാഹുവിന് ഒരു ഗുണമില്ല, പക്ഷെ നമുക്കാണ് അതിന്റെ ബെനിഫിറ്റ്. പക്ഷെ നമ്മൾ ഒരാൾക്ക് പുറത്തു കൊടുക്കുമ്പോഴോ നമ്മളുടെ മനസ്സിൽ നിന്നാണ് ആ കറ അല്ലെങ്കിൽ ആ ഒരു ഭാരം നീങ്ങിപ്പോകുന്നത്. അങ്ങനെ അത് ഒഴിവാക്കി നമ്മളുടെ മനസ്സിനെ ഒന്ന് നമുക്ക് ശുദ്ധിയാക്കാൻ കഴിഞ്ഞാൽ അത് നോമ്പിലേക്ക്, നമ്മൾ ഈ ഒരു റമദാനിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തിലേക്കും എല്ലാം നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ നമ്മളുടെ ശ്രദ്ധ കൊണ്ടുവരാനും അല്ല കൽബുൻ സലീം, നമുക്ക് വേറെ ഒന്നും, തെറ്റുകളിൽ നിന്ന് നമ്മളുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് ആളുകളോടുള്ള പകയും വിദ്വേഷം വെറുപ്പും ദേഷ്യം അസൂയ അതുപോലെ അനാവശ്യമായ കമ്പാരിസൺ, ആളുകളുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുന്നത്, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുന്നത്, തെറ്റായ ഊഹങ്ങളൊക്കെ നമുക്ക് വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഓവർ തിങ്കിങ്ങിലേക്കൊക്കെ കൊണ്ടുപോയി ഒരു ദിവസം മണിക്കൂറുകൾ നമുക്ക് നഷ്ടപ്പെടും. നമസ്കാരത്തിലെ ശ്രദ്ധ കൊണ്ടുവരാൻ കഴിയില്ല. അതേപോലെ അഹങ്കാരം, ഒരു അണുമണിത്തൂക്കം അഹങ്കാരം നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. കാരണം എന്താ, നമ്മൾ ആരുമില്ല. നമ്മളടുത്ത് എന്തുണ്ടെങ്കിലും, എന്തൊരു കഴിവുണ്ടെങ്കിലും എന്തൊക്കെ റിസോഴ്സസ് നമുക്ക് ഉണ്ടെങ്കിലും അതെന്താണ്, അത് അള്ളാഹു നമുക്ക് ദാനമായിട്ട് നൽകിയത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അഹങ്കരിക്കാൻ ഒരു അവകാശവും അടിമകൾക്കില്ല. അതുകൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല അഹങ്കാരികളെ. ഞാൻ ഒരുപാട് നന്മകളൊക്കെ ചെയ്യുന്നുണ്ടാവും, ഈ റമദാനിൽ ഫുള്ള് ഞാൻ ഒരുപാട് ഇബാദത്തുകൾ ഞാൻ എടുക്കുന്നുണ്ടാകും, പക്ഷെ എൻ്റെ മനസ്സിലുള്ള അഹങ്കാരം കാരണം ഒരുപക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചില്ലെങ്കിലോ. നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ അറിയാത്ത രൂപത്തിൽ നമ്മൾക്ക് ഏതെങ്കിലും രീതിയിൽ അഹങ്കാരം നമ്മുടെ മനസ്സിൽ എങ്ങനെ മനസ്സിലാവുക എനിക്ക് അഹങ്കാരം ഉണ്ട് എന്നുള്ളത്? ഞാൻ എല്ലാവരെക്കാട്ടിലും സുപ്പീരിയർ ആണ് എന്നുള്ളൊരു തോന്നല്, എന്നോട് അങ്ങനെ പറയാൻ പറ്റൂല എന്നുള്ള തോന്നല്, പിന്നെ ആരെങ്കിലും അഡ്വൈസ് തരുമ്പം വല്ലാതെ അത് റിജക്റ്റ് ചെയ്യുന്ന, ഓ അവൻ ആരാ എന്നെ ഉപദേശിക്കാൻ. അതേപോലെ എൻ്റെ അടുത്ത് മിസ്റ്റേക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ മിസ്റ്റേക്ക് ആരെങ്കിലും ഒന്ന് പറയുമ്പോൾ അതിൽ വല്ലാത്ത റെസിസ്റ്റൻസ് വരുമ്പോൾ അത് അഡ്മിറ്റ് ചെയ്യാൻ, എനിക്കറിയാൻ തെറ്റുണ്ട് എന്നുള്ളത്, പക്ഷെ അത് അഡ്മിറ്റ് ചെയ്യാൻ വല്ലാത്ത ഒരു റെസിസ്റ്റൻസ് വരുമ്പോൾ അതൊക്കെ എൻ്റെ ആ ഒരു അഹങ്കാരത്തിൽ നിന്ന് വരുന്നതാണ്. അവിടെ ഇപ്പുറത്തേക്ക് നമ്മളെ മനസ്സിനെ ഒരു കൈൻഡ്നെസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരാന്നുള്ളത്. നിരാശ നിരാശ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടുന്നവരെ കുഫ്ർ ചെയ്യുന്നവരിലേക്കാണ് അള്ളാഹു കണക്ട് ചെയ്യുന്നത്. അള്ളാഹ്ക്ക് അത് ഇഷ്ടമല്ല. കാരണം എന്താ, നമുക്ക് ഫ്യൂച്ചർ ഒന്നും അറിയില്ല. അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. നിരാശ ഒരു മനുഷ്യന്റെ മനസ്സിനെ വല്ലാതെ ഒരു ലോ എനർജി സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകും. ഇതൊക്കെ എങ്ങനെയാണ് നമ്മളുടെ റമദാനിനെ ബാധിക്കുക? നമുക്ക് വേണ്ട രീതിയിൽ ഇബാദത്തുകൾ ചെയ്യാനും അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യാനും നമുക്ക് കഴിയില്ല. നമ്മളുടെ മനസ്സ്, അള്ളാഹു പറയുന്നത് യൗമല യൻഫഉ മാലും വല ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹു ബിഖൽബിൻ സലീം. ഒരു കൽബുൻ സലീം, അതായത് സ്പിരിച്വലി ക്ലീൻ ആയിട്ടുള്ള ഒരു മനസ്സുകൊണ്ടാണ് നമ്മൾ അള്ളാഹുലേക്ക് എത്തേണ്ടത്. റമദാനിന്റെ മുന്നേ പരമാവധി എത്രത്തോളം നമുക്കത് ക്ലീൻ ആക്കാൻ പറ്റുമോ അത്രയെല്ലാം ക്ലീൻ ആക്കിയിട്ട് വീണ്ടും റമദാനിലെ ക്ലീനിങ് പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം മനസ്സിന്റെ. എന്നിട്ട് അള്ളാഹുലേക്ക് ഇങ്ങനെ കൂടുതൽ കൂടുതൽ കരഞ്ഞ് കരഞ്ഞ് നമ്മൾ അള്ളാഹുലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് റമദാനിൽ. അങ്ങനെ നമ്മൾ കരഞ്ഞ് കരഞ്ഞ് അള്ളാഹുലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് അവസാനത്തെ 10 ദിവസങ്ങളൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു രീതിയിൽ നമുക്ക് അതിലേക്ക് അള്ളാഹുലേക്ക് എത്തണമെങ്കിൽ ഇതുപോലുള്ള സ്പിരിച്വൽ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഒന്ന് നമ്മൾ ഒഴിവാക്കിയിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ റമദാനിലേക്ക് ഇറങ്ങണം. ഇതിനെന്ത് വേണം? ആ സെൽഫ് റിഫ്ലക്ഷൻ. ഞാൻ എൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങി നോക്കണം, എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ബ്ലോക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോടൊന്ന് ചോദിച്ചു നോക്കി, ആർക്കാണ് ഞാൻ പുറത്തു കൊടുക്കാനുള്ളത്? ഇനിയും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ആരോടെങ്കിലും എനിക്ക് വെറുപ്പോ ദേഷ്യമോ വിദ്വേഷമോ എന്തെങ്കിലും പകയോ ഉണ്ടോ? ആർക്കെങ്കിലും ഞാൻ ഇനി പുറത്തു കൊടുക്കാനുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ഈ റമദാനിൽ എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് അള്ളാഹുവിനോട് ഇനിയും, ഇപ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഇനിയും ഇനിയും എനിക്ക് അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കണം. എൻ്റെ മനസ്സ് അതിന് റെഡിയാണോ? ഒരു കൽബുൻ സലീമുമായിട്ടാണോ ഞാൻ ഇറങ്ങുന്നത്, ഞാൻ അള്ളാഹുവിലേക്ക് എത്തുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. പിന്നെ വേറെ ഒരു സ്പിരിച്വൽ ബ്ലോക്ക് വരുന്നത് നമ്മൾ ദുനിയാവിനോടുള്ള അമിതമായ ഒരു അറ്റാച്ച്മെന്റ്.
ഒരിക്കലും അതുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അള്ളഹാനോട് അടുക്കാൻ കഴിയൂല. അവർക്ക് സമയമില്ല. അവർക്ക് നമസ്കരിക്കുമ്പോൾ പോലും അള്ളഹാനെ കുറിച്ച് ഓർക്കാനുള്ള സമയം ഉണ്ടാവില്ല. നമസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം അസ്തഗ്ഫിറുള്ള എന്ന് 3 പ്രാവശ്യം പറയാനുള്ള സമയം പോലും ആ നമസ്കാരപ്പായയിൽ ഇരിക്കാനുള്ള സമയം അവർക്ക് ഉണ്ടാവില്ല. ഇനി ഇരുന്നാൽ തന്നെ അവരുടെ മനസ്സ് അതിൽ കൊണ്ടുവരാനുള്ള ഫോക്കസ് അവർക്ക് കിട്ടില്ല. കാരണം എന്താ, അത്രമാത്രം ദുനിയാവിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഈ കാര്യങ്ങൾ, ദുനിയാവിലുള്ള എന്തോ ആവാം. അത് പിന്നെ പണത്തെ കുറിച്ചിട്ടുള്ള ചിന്തകളാകാം, ജോലിയാകാം, നമ്മൾ ഇപ്പം സ്ത്രീകളാവുമ്പം അടുക്കളയിലുള്ള നമ്മളുടെ പണികളെ കുറിച്ചാവാം, ഭക്ഷണത്തിനെ കുറിച്ചാവാം, കുട്ടികളുടെ കാര്യങ്ങളാവാം. ഇതൊക്കെ ആയിക്കോട്ടെ, ഇതിൽ എങ്ങനെയാണ് എനിക്ക് ദുനിയാവിനോട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, നമ്മൾ എത്രത്തോളം ബാക്കി അള്ളാഹുവിനുള്ള ഇബാദത്ത് അല്ലെങ്കിൽ പരലോകത്തേക്ക് വേണ്ടി സമ്പാദിക്കാൻ നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും, രാവിലെ തൊട്ട് രാത്രി ഉറങ്ങുന്നത് വരെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നമ്മളുടെ നീയത്ത് എന്താണ്? അത് അള്ളാഹുവിനുള്ള ഒരു ഇബാദത്തായിട്ടാണോ നമ്മൾ ചെയ്യുന്നത്? അതല്ല വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയാണോ നമ്മൾ ചെയ്യുന്നത്? പിന്നെ നമുക്ക് എന്തൊക്കെ ഉണ്ടായിട്ടും ഒരു എംപ്റ്റിനെസ് ഫീലിംഗ്, എനിക്കൊന്നുമില്ല ഒന്നുമില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ, ഇതൊക്കെ പലപ്പോഴും പരലോകത്തെ നമ്മളൊന്ന് ആ ഒരു വെയിറ്റ് നോക്കുമ്പോൾ കൂടുതൽ വെയിറ്റ് ദുനിയാവിലേക്ക് കൊടുക്കുമ്പോഴാണ് ഇത്തരം ചിന്തകളൊക്കെ നമുക്ക് വരിക. അല്ലെങ്കിൽ ആ, ദുനിയാവിലേക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നവരായിരിക്കും, അവരുടെ ജോലിയോ ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്ന് മനസ്സൊഴിഞ്ഞിട്ട് നമസ്കാരത്തിലേക്കും ബാക്കി വിഭാഗത്തിലേക്കും ഒന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരിക. എങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു അറ്റാച്ച്മെന്റ് എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ ഒന്ന് ചെക്ക്, ഇതിനെല്ലാം ഉള്ളൊരു അവസരമാണ് നമുക്ക് ഈ ഒരു റമദാൻ എന്ന് പറയുന്നത് മൊത്തം. അത് വെറുതെ അങ്ങോട്ട് നമുക്ക് തക്കുവ കൂടില്ല. ലാലക്കും തത്തക്കൂൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞപ്പോൾ തക്കുവ നമുക്ക് വെറുതെ കൂടൂല. തക്കുവ കൂടാൻ ഈ തക്കുവ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനുള്ളത് എന്നുള്ളത് ഞാൻ തിരിച്ചറിയണ്ടേ, എന്നിട്ട് അതൊക്കെ ഒഴിവാക്കണ്ടേ, എന്നിട്ട് തക്കുവ ഇനിയും വർദ്ധിപ്പിക്കാൻ, ഇനിയും അതിനെ കൂട്ടാൻ എന്തൊക്കെ ഞാൻ ആഡ് ചെയ്യണം അതും എനിക്കറിയണം. അപ്പൊ ഇതെല്ലാം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ റമദാനിലൂടെ നമ്മളുടെ തക്കുവ കൂടുന്നതും അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് കിട്ടുന്നതും. നോമ്പ് പ്രയാസങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലായിരിക്കും. വേറെ ഇപ്പം ചൂട്, നാട്ടിലൊക്കെ ആണെങ്കിൽ ചൂടാണെങ്കിൽ ചൂടിലൊക്കെ അള്ളാഹുവിനെ മാത്രം, അള്ളാഹു പറഞ്ഞത് കൊണ്ട് മാത്രം. കാരണം നോമ്പ് എന്ന് പറയുന്നത് വേറെ ആരും കാണുന്നില്ല, അറിയണില്ല. ഞാൻ നോമ്പുകാരിയാണോ എന്നുള്ളത് എനിക്കും അള്ളാഹുവിനും മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ നോമ്പ് എന്നിട്ടുള്ള ഒരു ഇബാദത്ത്. അപ്പൊ അതുകൊണ്ട് ഈ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു സ്ട്രോങ് റമദാൻ മൈൻഡ് സെറ്റ്. റമദാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒറ്റയടിക്കൊന്ന് നോക്കി എന്താ മനസ്സിലേക്ക് വരുന്നത് എന്നുള്ളത്. പണ്ടൊക്കെ ആണെങ്കിൽ കുട്ടിക്കാലത്തൊക്കെ ഈ റമദാനിലുള്ള ഭക്ഷണം പിന്നെ അതൊക്കെയായിരുന്നു മനസ്സിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ അൽഹംദുലില്ലാ കൂടുതലും മനസ്സിലേക്ക് വരിക നമ്മളുടെ ആ ഒരു നമസ്കാരവും, നോമ്പിന് തറാവി നമസ്കാരവും കാര്യങ്ങളും, ആ ഒരു രാത്രികൾ ഒരുപാട് സജീവമായിട്ടുള്ള രാത്രി. സജീവം എന്ന് പറഞ്ഞാൽ പുറത്ത് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സജീവതല്ല, നമുക്ക് പള്ളിയും നമസ്കാരവും എല്ലാം കൊണ്ട് രാത്രികൾ സജീവമാകുന്ന ആ ഒരു റമദാനായിരിക്കും ഒരുപക്ഷെ ഇപ്പോൾ ഓർമ്മയിലേക്ക് വരാം. എന്നാലും ഓരോരുത്തർ നോക്കുക, എനിക്ക് എന്താണ് റമദാൻ എന്ന് പറയുമ്പോൾ വിഭവസമൃദ്ധമായ ആ ഒരു നോമ്പ് തുറ ഭക്ഷണമാണ് ഓർമ്മ വരുന്നത്, അതല്ല എന്താണ് റമദാൻ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത്. ഒരു സ്ട്രോങ് റമദാൻ മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു പാറ്റേൺ നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു അവസരമാണെന്ന് പറഞ്ഞു. നമ്മള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിന്റെ വാതിലുകളൊക്കെ തുറക്കുന്നു, നരകത്തിന്റെ വാതിലുകളൊക്കെ അടക്കപ്പെടുന്നു. അതിനർത്ഥം നമ്മൾ റമദാനിൽ ഒരു തെറ്റും ചെയ്താൽ അവിടെ നരകത്തിൽ പോകാനുള്ള സാധ്യത ഇല്ല എന്നൊന്നുമല്ല. എന്താണ്, നമുക്കൊരു എൻവയോൺമെന്റൽ സപ്പോർട്ടാണ് അവിടെ കിട്ടുന്നത്. തെറ്റുകളിലേക്ക് പോവാനുള്ള വാതിലുകൾ അവിടെ അടയുന്നു. നോർമൽ ലൈഫിൽ ചെറിയ ചെറിയ തെറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ഇന്ന് ഞാൻ നോമ്പുകാരിയാണ് അല്ലെങ്കിൽ നോമ്പുകാരനാണ് എന്നൊരു ഓർമ്മ, അല്ലെങ്കിൽ ഞാൻ ഈ തെറ്റ് ചെയ്താൽ പിന്നെ എൻ്റെ വെറുതെ പട്ടിണിയായിപ്പോവും, ആ ഒരു ഓർമ്മയിൽ ഞാൻ എന്താണ് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കും. മാത്രമല്ല ആ റമദാൻ എന്നുള്ള ഒരു ഒരു അന്തരീക്ഷമുണ്ട്, അവിടെ ഒരു എൻവയോൺമെന്റൽ സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നു. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ, ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള ഒരു ചുറ്റുപാട്, ഒരു സാഹചര്യം. അപ്പോൾ ഏതൊരാൾക്കും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട്, ഇത് ഇതെല്ലാം റമദാനിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അള്ളാഹുവുമായിട്ട് കൂടുതൽ അടുക്കാനും അള്ളാഹുവിനെ സ്നേഹിക്കാനും. കാരണം ബാക്കി കുറേ പണികളെല്ലാം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഈവൻ ജോലിയൊക്കെ ഉള്ളവരാണെങ്കിലും അതിന്റെ ടൈമിങ്ങിലെല്ലാം മാറ്റം വരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ അതൊന്നും ഇല്ലാത്തവരുണ്ട് കേട്ടോ, അതെല്ലാം കിട്ടുന്ന ഭാഗ്യവാന്മാരുണ്ട്. എന്നാൽ ജോലി തിരക്കുകൾ കാരണം അവർക്ക് അതിനുള്ള പ്രതിഫലം കിട്ടും, അതിന്റെ കൂടെയും അവർ എത്രത്തോളം അള്ളാഹുവിനെ ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതില് നമ്മളുടെ എനർജി നമുക്ക് മാനേജ് ചെയ്യണം. റമദാനിൽ നോമ്പെടുത്തുകൊണ്ട് തന്നെ വിവാദത്തുകൾ കൂടുതൽ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ എനർജി മാനേജ് ചെയ്യാൻ കഴിയണം. നോർമലി എന്തായാലും റമദാൻ ആകുമ്പോൾ ക്ഷീണം ഉണ്ടാവും, നമ്മൾ ഭക്ഷണം എല്ലാം മാറ്റി വെക്കുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാവും. പക്ഷെ എന്നാലും രാത്രി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മളുടെ ഉറക്കം, ഇതെല്ലാം എന്താണ് നമ്മളുടെ ആ ഒരു
ബോഡിയിലുള്ള എനർജിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഫുഡ് ശ്രദ്ധിക്കണം. വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? നമ്മളുടെ സോഷ്യൽ മീഡിയ. പൊതുവെ ആളുകൾ റമദാൻ ആകുമ്പം കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തും. പക്ഷെ എന്നാലും അത് ശ്രദ്ധിക്കാതെ അതിലൂടെ സമയം പോകുന്നവരുണ്ടെങ്കിൽ ഒന്നുകൂടെ അതിനെ ശ്രദ്ധിക്കുക. സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം എങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പിന്നെ അത്ര അത്യാവശ്യമില്ലാത്ത ഗാദറിങ്ങുകൾ കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. അതേപോലെ വേറെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് ലേസിനെസ് ആണ്. റമദാനിൽ നമുക്ക് ഉണ്ടാവുന്ന മടി വേറെ പ്രത്യേകിച്ച് ഒന്നൊന്നുമല്ല. നമ്മൾ പിന്നെ പകല് ഭക്ഷണമൊന്നും കഴിക്കാത്തത് കൊണ്ടുള്ള ഒരു ക്ഷീണത്തിൽ നിന്ന് വരുന്ന ഒരു മടി അവിടെ ഉണ്ടാവും. ഇതെല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. എല്ലാവർക്കും ഉള്ളതെന്ന് പറഞ്ഞാൽ ക്ഷീണം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ ആ ക്ഷീണത്തിൽ നിന്ന് നമുക്ക് ലേസിനെസ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതിൽ ഓരോരുത്തരുടെയും പാറ്റേൺ മുമ്പത്തെ റമദാനിലൊക്കെ എങ്ങനെയായിരുന്നു ഞാൻ എന്നുള്ള ഒരു പാറ്റേൺ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യാം, അതിനെ ഓവർകം ചെയ്യാൻ ഇനി എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക. കുറച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ ആ ക്ഷീണവും ഒക്കെ ഉള്ളപ്പോൾ അത് കുറച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ഞാൻ ബാക്കി എനിക്ക് ചെയ്യാൻ റമദാനിലേക്ക് ഞാൻ മാറ്റിവെച്ച കാര്യങ്ങൾ, നമസ്കാരമാണെങ്കിലും ഖുർആൻ പാരായണമാണെങ്കിലും പിന്നെ അദ്കാറുകളും എല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം. മടി ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും. ഇതെല്ലാം ഉണ്ടായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് നമുക്ക് അവിടെ കിട്ടുന്ന പ്രതിഫലം, പാപമോചനവും അള്ളാഹുവിന്റെ കാരുണ്യവും സ്വർഗവും എല്ലാം ഇതിനനുസരിച്ചിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ മനസ്സിനെ, എൻ്റെ മനസ്സിനെ ഞാൻ എത്രത്തോളം ഈ ഒരു റമദാനിനെ വരവേൽക്കാൻ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഒരു വിരുന്നുകാര് നമ്മളുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളുടെ വീടിനെ നമ്മൾ എത്രത്തോളം ഒരുക്കി, എത്രത്തോളം നമ്മൾ റാഹത്താക്കണോ അതേപോലെ എൻ്റെ മനസ്സിനെ ഞാൻ എത്രത്തോളം മുഞ്ചാക്കിയിട്ടുണ്ട്, ഞാൻ മൂടി കൂട്ടിയിട്ടുണ്ട്. അതിൽ ഉള്ള മാലിന്യങ്ങളും കച്ചറകളും എല്ലാം ഒഴിവാക്കി ഞാൻ എത്രത്തോളം എൻ്റെ മനസ്സിനെ പരിശുദ്ധമാക്കിയിട്ടുണ്ട്. ആ ഒരു സ്പിരിച്വൽ ക്ലീനിങ് എത്രത്തോളം ഞാൻ നടത്തിയിട്ടുണ്ട്. വളരെ തുറന്ന മനസ്സോടുകൂടി, വിശാലമായ ഒരു മനസ്സോടുകൂടി റമദാനിലെയും ആ റമദാനിലൂടെ ആദ്യത്തെ ഒരു 10 ദിവസം, പിന്നത്തെ ഒരു 10 ദിവസം, പിന്നെയും ഒരു 10 ദിവസം, ഈ 30 ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ എന്നെ അള്ളാഹുവിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, അള്ളാഹുമായിട്ട് അടുക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ അടിമകൾ എന്നിലേക്ക് നടന്നു വരുമ്പോൾ ഞാൻ അവരിലേക്ക് ഓടിയെത്തുന്നതാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് ഇങ്ങനെ നടന്ന് 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 ചെല്ലുമ്പോഴേക്കും അള്ളാഹു നമ്മളിലേക്ക് ഓടിയെത്തും. അങ്ങനെ ഓടിയെത്തണമെങ്കിൽ കറയില്ലാത്തൊരു മനസ്സുമായിട്ടാവണം നമ്മൾ അള്ളാഹുവിലേക്ക് ചെല്ലേണ്ടത്. കറയില്ലാത്ത ഒരു മനസ്സുകൊണ്ടായിരിക്കണം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. ഇത് നമുക്ക് കഴിയുന്ന കാര്യമാണ് അല്ലെ? നമ്മളുടെ മനസ്സിലുള്ള മാലിന്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിന് ഒരു ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീണ് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ നമ്മൾ ശ്രദ്ധിച്ചില്ല, ഓക്കെ സാരല്ല, ആ ഒരു പുള്ളിയല്ലേ, കുഴപ്പമില്ല, പിന്നെ ഒന്നുകൂടെ വീഴും, പിന്നെ ഒന്നുകൂടി വീഴും, നമ്മൾ ശ്രദ്ധിക്കണില്ല, അതിനെ നമ്മൾ സാരാക്കണില്ല, ഒന്നുകൂടെ വീഴും, ഒന്നുകൂടെ വീഴും, പിന്നെ അതിങ്ങനെ കൂടി 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 വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ മായ്ക്കാൻ കുറച്ച് പ്രയാസപ്പെടും നമ്മൾ. പിന്നെ അതിനെ ഒഴിവാക്കാൻ കഴിയൂല. പിന്നെ അത് ഹൃദയം മുഴുവൻ മൂടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഫീലിംഗ് കിട്ടൂല, പിന്നെ കണക്ഷൻ പോവും. പിന്നെ കണക്ഷൻ പോവും, അള്ളാഹുമായിട്ടുള്ള ഒരു കണക്ഷൻ ഫീലിംഗ് നമുക്ക് കിട്ടൂല. പിന്നെ നമ്മൾ ചെയ്യുന്നുണ്ടാവും ഇബാദത്തുകൾ, നമസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം, സദക്ക, സക്കാത്ത് എല്ലാം ചെയ്യുന്നുണ്ടാവും. പക്ഷെ മനസ്സിലുണ്ടല്ലോ ആ ഒരു ഫീലിംഗ് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളികളൊക്കെ വീഴും. നമ്മൾ മനുഷ്യരാണ്, മലക്കുകളല്ല അല്ലെ? അള്ളാഹുവിന്റെ അടിമകൾ തെറ്റ് ചെയ്യും, തെറ്റുകൾ വരും, അറിഞ്ഞോ അറിയാതെല്ലാം തെറ്റുകൾ വരും. പക്ഷെ അതെല്ലാം മൊത്തം ക്ലീൻ ആക്കാൻ ഒന്നിച്ച് തരുന്ന ഒരു അവസരമാണ് ഈ റമദാൻ. എല്ലാ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ റമദാൻ എന്ന് പറയുന്നത് ഒന്നുകൂടി അതിന് അള്ളാഹു തരുന്ന ആ ഒരു പ്യൂരിഫിക്കേഷനും സെൽഫ് റിഫ്ലക്ഷൻ എല്ലാം വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന ഒരു അവസരമാണ്. അതിന് ആ രീതിയിൽ തന്നെ ഏറ്റവും നന്നായിട്ട് അതിനെ ഉപയോഗപ്പെടുത്താനും റമദാനിന് മുമ്പ്, ഇനിയിപ്പോൾ ഈ ഒരാഴ്ച ഏതാനും ദിവസങ്ങളേ ഉള്ളൂ, ഈ ദിവസങ്ങളിൽ നമ്മളുടെ മനസ്സിനെ നല്ല രീതിയിൽ തന്നെ റമദാനെ വരവേൽക്കാൻ നമ്മളുടെ മനസ്സിനെ ഒരുക്കിയിട്ട് തഖ്വയോടും കൂടി, പൂർണ്ണമായ ഈമാനോടും തഖ്വയോടും കൂടി റമദാനിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.